ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തു, ഏകദേശം ഒരു 1 മന്ത് അടുപ്പിച്ചായി നമ്മൾ ന്യൂ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഓക്കെ, അതായത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പല ആപ്ലിക്കേഷൻസും ലോങ് ടൈം രീതിയിൽ വന്നിട്ട് ഷോർട്ട് ടൈമിൽ തന്നെ നിന്ന് പോകുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്കിത് ട്രസ്റ്റ് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അട എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ലോങ് ടൈം രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇത് എത്ര നാൾ നിൽക്കുമെന്നോ അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു നമ്മൾ അനലൈസ് ചെയ്തതിനനുസരിച്ച് കുറച്ച് കാലം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എത്ര നാൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് അട എന്നാണ്. ADA എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് ആ പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പിന്നീടുള്ളതാണ് പേ പാസ്വേഡ്. അതായത് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ഒരു പാസ്വേഡ് കൊടുക്കുമല്ലോ, അത് നിങ്ങളിവിടെ ഓൾറെഡി നേരത്തെ തന്നെ കൊടുക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങളത് മറന്നു പോകരുത്. ഓക്കെ, ഈ പാസ്വേഡ്സ് ഒന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ പേ പാസ്വേഡ്, അതായത് വിഡ്രോവൽ ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ട പാസ്വേഡ് ഓൾറെഡി സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാണ് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ ഇൻവിറ്റേഷൻ കോഡ് ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നേരെ വരുന്നത് ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും. ഓക്കെ, കണ്ടോ, ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കമ്പനി പ്രൊഫൈലുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, കമ്പനി പൊസിഷൻ, ടേണബിൾ ഓഫ് ലക്ക്, ഗിഫ്റ്റ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടാസ്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ ഉണ്ടല്ലോ, ടാസ്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അവർ ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും അക്ഷരം എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഉടനെ സക്സസ് എന്ന് കാണിക്കും. നിങ്ങൾക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യും, അവരെ ക്രെഡിറ്റ് ആവും. അതാണ് ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ വർക്കാണ്, വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല, സിമ്പിൾ വർക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തത് ജോബ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ജോബ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതെടുക്കുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഇന്ത്യൻ നിങ്ങൾക്ക് 4 ദിവസമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ 8 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസം 3 ഡെയിലി ടാസ്ക്കാണുള്ളത് ഇന്ത്യൻ ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, ഞാൻ ഒരിക്കലും ഇന്ത്യൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കണമെന്ന് പറയുന്നില്ല. 4 ദിവസം ചെയ്താലും നിങ്ങൾക്ക് 96 രൂപയെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ജോബ് 1 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ 900 രൂപയാണ് അതിന് വരുന്നത്. ഓക്കെ, 900 രൂപ നിങ്ങൾക്ക് വരും. ഡെയിലി നിങ്ങൾക്ക് 10 രൂപ വെച്ച് കിട്ടുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ 30 രൂപയാണ് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 900ആണ് ജോബ് 1ൻ്റെ. ജോബ് 2 എന്ന് പറയുന്നത് 4500 ആണുള്ളത്. ഓക്കെ, അതിലാണെങ്കിൽ ഡെയിലി നമുക്ക് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ 30 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 5 ടാസ്ക് ചെയ്യുമ്പോൾ ഏകദേശം 150 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തുള്ളതെന്ന് വെച്ചാൽ ജോബ് 3 ആണ്. ഈ 3 ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. ജോബ് 3 എന്ന് പറഞ്ഞാൽ 22,500 അതിൻ്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ജോബ് 1 എടുക്കുക, അല്ലെങ്കിൽ ജോബ് 2 എടുക്കുക. വേറൊന്നും നിങ്ങൾ എടുക്കരുത്. ഓക്കെ, ക്യാഷ് നിങ്ങൾ മറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് വലുതൊന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. ഇത് 1 അല്ലെങ്കിൽ 2 നിങ്ങൾ എടുക്കുക. ഓക്കെ, എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര 75 രൂപ കിട്ടും. ഓക്കെ, 10 ടാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എത്ര 750 നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതെന്ന് പറഞ്ഞാൽ അട എന്ന് പറയുന്ന ഇതിൻ്റെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഇതെന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അതവർ കാണിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര ടാസ്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ജോബ് 1 എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോബ് 2 എടുക്കുക. ഓക്കെ, ജോബ് 3 ഒന്നും ആരും തന്നെ വലിച്ചു വാരി എടുക്കരുത്. പണിയാവും. കാരണം 22,500 ജോബ് 3, അതായത് 3ാമത്തെ ലെവൽ അവർ പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഥവാ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തേക്കും. അതിൽ ഒരു ഫോമും ഇട്ടേക്കും. നിങ്ങളതിൽ കയറിയിട്ട് ഫോം ഫില്ല് ചെയ്ത് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അവസാനം ഒന്നും ഇല്ലാതെ ആയിപ്പോവും. ഓക്കെ, ഒരുപാട് പേര്, എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുവാണ്, ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷേ അവരൊക്കെ
കുറച്ച് നാൾ കഴിയട്ടെ അല്ലെങ്കിൽ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും. അവസാനം ഒരു എൻഡ് ടൈം ആകുമ്പോൾ എല്ലാവരും വന്ന് കയറും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ചിരിക്കുക. ഓക്കെ, അടുത്ത പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്. അവസാനത്തെ ഒരു ഓപ്ഷനുണ്ട്, അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അക്കൗണ്ടിൽ പോകുമ്പോൾ 2 വാലറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിൽ ഫ്ലെക്സിബിൾ വാലറ്റും ഉണ്ട്, ഇലക്ട്രോണിക് വാലറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ 2 വാലറ്റ് ഉണ്ടെങ്കിലും ഒന്നിൽ മാത്രമേ നമുക്ക് എമൗണ്ടൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ഫ്ലെക്സിബിൾ വാലറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഫ്ലെക്സിബിൾ വാലറ്റിലാണ് വന്ന് കിടക്കുന്നത്. ഇലക്ട്രോണിക് വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് ഇതിൽ ക്രെഡിറ്റ് ആവും, നമ്മുടെ ഇലക്ട്രോണിക് വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, മനസ്സിലായി? അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും യെസ്റ്റർഡേയ്സ് ഏർണിങ്സ് കാണിക്കും, ടുഡേയ്സ് ഏർണിങ്സ് കാണിക്കും, ഈ ആഴ്ചത്തത് കാണിക്കും, ഈ മാസത്തത് കാണിക്കും, പിന്നെ ടോട്ടൽ റവന്യൂ നമുക്ക് എത്ര കിട്ടി, പിന്നെ റഫറൽ റിവാർഡ്സ്, അതൊക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ള വേറൊരു ഇതെന്ന് പറയുന്നത് ഡെയിലി സൈൻ ഇൻ ആണ്. ഇത് ഞാൻ മെയിൻലി കണ്ടിട്ടുള്ളത് ഷോർട്ട് ടൈം ആപ്സിലാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. പക്ഷേ വെരി ലോങ് ടൈം ആപ്പിൽ ഈ ഒരു സംഭവം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ നൗ എന്ന് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസത്തെ ഒരു എമൗണ്ട് എനിക്ക് കണ്ടോ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 0.82 ആണ് എനിക്കിപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടീം റിപ്പോർട്ട്സ് എടുത്ത് നോക്കാം. നിങ്ങൾ ടീമിൻ്റെ റിപ്പോർട്ട്സ്, ബില്ലിംഗ് റെക്കോർഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ആസ് യൂഷ്വൽ എല്ലാ ആപ്ലിക്കേഷനും ഉള്ളതുപോലെ തന്നെയാണ് ഇതിലും ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവസാനം ഒരു ഓപ്ഷൻ ഉണ്ട്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഇല്ല, ഓക്കെ എൻ്റെ ഇത്രയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെറുതെടുക്കുക. ഓക്കെ, 900-ൻ്റെ പ്ലാൻ ഉണ്ട്, അത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതുമല്ല ഇപ്പോൾ എനിക്ക് ഒരു വലിയ പ്ലാൻ എടുക്കണമെങ്കിൽ 4500 എടുക്കുക. ഓക്കെ, വേറെ ഒന്നും എടുക്കരുത്. 22,500 ഒരു കാരണവശാലും എടുക്കരുത്. ഓക്കെ, അപ്പോൾ എടുത്തിട്ട് അവസാനം അയ്യോ എനിക്കിതിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു കുറച്ചൊരു പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ലോങ് ടൈം പീരീഡിലുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ മീറ്റിങ്സും കാര്യങ്ങളും അനലൈസ് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ കയറാം. അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, അടയുടെ ഒരു ഫോം, ഈ ADA എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫോം ഞാൻ ചാനലിൽ ഇട്ടേക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളിതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ അതിലേക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അവസാനം. ഓക്കെ, അപ്പോൾ റീചാർജ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സും കാര്യങ്ങളും അതിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൂടെ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യുക. ഓക്കെ.